ശശി തരൂരിനെ AKG സെന്ററിൽ എത്തിക്കാൻ പിണറായി വിജയന്റെ ദുബായ് ഓപ്പറേഷൻ. ദുബായ് ഓപ്പറേഷൻ എത്രമാത്രം പ്രാവർത്തികമാകുമെന്ന് നാളെ അറിയാം. ഇന്നലെ രാവിലെയാണ് കൊച്ചിയിൽ നിന്നും ദുബായിലേക്ക് തരൂർ വിമാനം കയറിയത്. ഇന്ന് രാത്രിയോടെ കേരളത്തിൽ തിരിച്ചെത്തും. ഇതിനിടയിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ ശ്രദ്ധേയമാണ്. മുഖ്യമന്ത്രിയുടെ ദുബായ് ഓപ്പറേഷൻ കോൺഗ്രസുമായി ഇടഞ്ഞു നിൽക്കുന്ന തരൂറിനെ LDFിലേക്ക് എത്തിക്കാനുള്ള കിടിലൻ തന്ത്രമാണ്. കോൺഗ്രസിനെ പിളർത്തി ദുർബലമാക്കുക എന്നതാണ് തരൂറിനെ അടർത്തി എടുക്കുന്നതിലൂടെ പിണറായി വിജയൻ ഉദ്ദേശിക്കുന്നത്. കോഴിക്കോട് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ സജീവമായിരുന്ന തരൂർ MP അപ്രതീക്ഷിതമായി തൻ്റെ പരിപാടികൾ റദ്ദാക്കി ദുബായിലേക്ക് പറന്നതിന് പിന്നിൽ രാഷ്ട്രീയ ഭൂകമ്പമുണ്ട് എന്നാണ് സൂചന. മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായ വ്യവസായി ഫോണിൽ ബന്ധപ്പെട്ടതിന് പിന്നാലെയാണ് തരൂറിൻ്റെ ദുബായ് യാത്ര. മുഖ്യമന്ത്രിയുടെ അതിവിശ്വസ്തനായ ഈ വ്യവസായി തരൂരുമായി സംസാരിച്ചിരുന്നു. അതിന് പിന്നാലെ അദ്ദേഹം ദുബായിലേക്ക് പറക്കുകയായിരുന്നു. തരൂറിനെ ഇടതുപക്ഷത്തേക്ക് ചേർത്ത് കോൺഗ്രസിനെ തകർക്കുക എന്ന വജ്രായുധമാണ് മുഖ്യമന്ത്രി പുറത്തെടുത്തേക്കുന്നത്. പുതിയ പാർട്ടി രൂപീകരിച്ച് തരൂർ വന്നാലും സ്വീകരിക്കും LDF. മുഖ്യമന്ത്രി അത് തീരുമാനിച്ച് കഴിഞ്ഞു. കോൺഗ്രസിൽ തരൂറിനോടൊപ്പം നിൽക്കുന്നവരുടെ അസംതൃപ്തി CPM ഗൗരവത്തോടെ കാണുന്നു. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇടതുപക്ഷത്തിൻ്റെ ദേശീയ മുഖമായി തരൂർ മാറും. മുഖ്യമന്ത്രിയുമായി അടുപ്പമുള്ള വ്യവസായി ദുബായിൽ ചർച്ച നടത്തും തരൂറുമായി. 27-ന് അതായത് നാളെ കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് സമിതി യോഗം തിരുവനന്തപുരത്ത് ചേരുന്നുണ്ട്. അതിൽ തരൂർ പങ്കെടുത്തില്ലെങ്കിൽ അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ്. തരൂർ AKG സെന്ററിൽ എത്തും എന്നത് ഉറപ്പാണ്. രാഹുൽ ഗാന്ധി കൊച്ചിയിൽ നടന്ന മഹാപഞ്ചായത്തിൽ തന്നെ അപമാനിച്ചതിൽ തരൂറിന് വേദനയുണ്ട്. തരൂർ പക്ഷത്തിന് അതിൽ നീരസവുമുണ്ട്. അതിനുശേഷം AICCയുടെ യോഗത്തിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നില്ല. രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും പങ്കെടുത്ത യോഗത്തിൽ പ്രത്യേകം ക്ഷണിച്ചിരുന്നു തരൂറിനെ. പക്ഷേ തരൂർ പോയില്ല. തരൂറിനെ അനുനയിപ്പിക്കാൻ പ്രിയങ്ക ഗാന്ധി ഇറങ്ങുമെന്ന വാർത്തകളും ഉണ്ടായിരുന്നു. പക്ഷേ അനുനയത്തിനും അപ്പുറത്തേക്ക് തരൂർ കടന്നിരിക്കുന്നു എന്നാണ് സൂചന. ഇടതുപക്ഷത്ത് പിണറായി വിജയനുമായി തരൂറിന് ആത്മബന്ധമുണ്ട്. പലപ്പോഴും പിണറായിയുടെ ഭരണത്തെ തരൂർ പുകഴ്ത്തിയിട്ടുമുണ്ട്. നരേന്ദ്രമോദിയെയും പിണറായി വിജയനെയും തരാതരം പോലെ പുകഴ്ത്തിയിട്ടുണ്ട് തരൂർ. അതെല്ലാം കോൺഗ്രസിന് തലവേദനയായിട്ടുമുണ്ട്. എന്തായാലും വിശ്വപൗരൻ എന്ന ഇമേജ് തരൂറിന് ഇപ്പോഴുമുണ്ട്. ആ തരൂറിനെ കൊണ്ടുവന്ന് കോൺഗ്രസിനെ തകർക്കുക എന്നതാകും പിണറായിയുടെ വജ്രായുധം. തരൂർ കോൺഗ്രസിനെ പിളർത്തി വന്നാൽ, പുതിയ പാർട്ടി രൂപീകരിച്ച് വന്നാൽ തരൂർ ആവശ്യപ്പെടുന്ന സീറ്റുകൾ നൽകാൻ പിണറായി വിജയൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഇത് പിണറായിയുടെ ദൂതനായ വ്യവസായി തരൂറിനെ അറിയിച്ചു കഴിഞ്ഞു. ദുബായ് ഓപ്പറേഷൻ CPMന്റെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഓപ്പറേഷനായി മാറുകയാണ്. തരൂറിനെ ഇടതുപാളയത്തിൽ എത്തിച്ചു കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ അത് കോൺഗ്രസിന് വലിയ തിരിച്ചടി തന്നെ ഉണ്ടാക്കും. ആ തിരിച്ചടിയിൽ നിന്ന് മുക്തരാകാൻ കോൺഗ്രസിന് കഴിയില്ല. കോൺഗ്രസിൽ താൻ ഏറെ അവഗണിക്കപ്പെട്ടു എന്ന വേദന തരൂറിനുണ്ട്. മഹാപഞ്ചായത്തിൽ 19 നേതാക്കളുടെ പേരെടുത്തു പറഞ്ഞു രാഹുൽ ഗാന്ധി. പക്ഷേ തരൂറിൻ്റെ പേര് മാത്രം പറഞ്ഞില്ല. രാഹുൽ ഗാന്ധി വരുന്നതിന് മുമ്പ് തരൂറിന് പ്രസംഗിക്കാൻ അവസരം നൽകുകയും വന്നപ്പോൾ പ്രസംഗം നിർത്തിവെക്കേണ്ട ഗതികേട് ഉണ്ടാവുകയും ചെയ്തു. ഇനിയും അപമാനം സഹിച്ച് കോൺഗ്രസിൽ നിൽക്കാൻ തരൂർ തയ്യാറല്ല എന്നാണ് അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങൾ പറയുന്നത്. തരൂറിനെ ഇടതുപക്ഷത്തേക്ക് എത്തിക്കുന്നതിൽ CPIക്കും എതിർപ്പില്ല.
കാരണം വരുന്ന തെരഞ്ഞെടുപ്പ് ഇടതുപക്ഷ പാർട്ടികളുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. പല സർവേകളും ഇടതുപക്ഷത്തിന് അനുകൂലമാണെങ്കിലും ചില സർവേകൾ എതിരായും വരുന്നുണ്ട്. ചില പൊളിറ്റിക്കൽ അനാലിസ്റ്റുകൾ പറയുന്നത് ഇടതുപക്ഷം തകർന്നടിയും എന്നാണ്. ഇതിനെയൊക്കെ അതിജീവിക്കാൻ തരൂറിനെ പോലെ ഒരു വ്യക്തിത്വത്തെ, വിശ്വപൗര ഇമേജുള്ള വ്യക്തിത്വത്തെ AKG സെന്ററിൽ എത്തിക്കുന്നതിലൂടെ പിണറായി വിജയന് സാധിക്കും. തരൂറിൻ്റെ മിന്നൽ ദുബായ് യാത്ര കോൺഗ്രസിനെയും പരിഭ്രാന്തരാക്കിയിട്ടുണ്ട്. തരൂറിനെ എങ്ങനെയും അനുനയിപ്പിച്ച് നിർത്താനാണ് ഹൈക്കമാൻഡിൻ്റെ നീക്കം. പക്ഷേ തരൂറിന് പെട്ടെന്നൊന്നും രാഹുൽ ഗാന്ധി നൽകിയ മുറിവ് ഉണങ്ങുകയില്ല. കാരണം ജനങ്ങൾക്ക് മുമ്പിൽ വെച്ച്, നേതാക്കൾക്ക് മുമ്പിൽ വെച്ചാണ് രാഹുൽ ഗാന്ധി തരൂറിനെ അപമാനിച്ചത്. തരൂർ തിരുവനന്തപുരത്ത് നിന്ന് തുടർച്ചയായി ജയിച്ച് MP ആകുന്ന വ്യക്തിയാണ്. മാത്രമല്ല, ഒരു കാലത്ത് കോൺഗ്രസിൻ്റെ ദേശീയ മുഖമായി അറിയപ്പെട്ടിരുന്നു അദ്ദേഹത്തെയാണ് രാഹുൽ ഗാന്ധി അപമാനിച്ചത്, നേതാക്കളുടെ മുമ്പിൽ വെച്ച്, അണികളുടെ മുമ്പിൽ വെച്ച്. തരൂറിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വേദനാജനകമായ സംഭവം ഇതാണ്. പിണറായി വിജയൻ മുതലെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനെ ഇടതുപക്ഷത്തിലെ രഹസ്യ കേന്ദ്രങ്ങൾ വിളിക്കുന്നത് ദുബായ് ഓപ്പറേഷൻ എന്നാണ്. തരൂറിനെ AKG സെന്ററിൽ എത്തിക്കാനുള്ള ഓപ്പറേഷൻ. തരൂർ AKG സെന്ററിൽ എത്തിച്ചാൽ ചുവന്ന പരവതാനി വിരിച്ച് CPM സ്വീകരിക്കും എന്നതിൽ സംശയമില്ല. തരൂർ ഒറ്റയ്ക്കായിരിക്കില്ല കോൺഗ്രസിൽ നിന്ന് എത്തുന്നത്. സ്വന്തമായി ഒരു പാർട്ടി രൂപീകരിച്ച് കോൺഗ്രസിൽ എത്താനുള്ള ശക്തി തരൂറിന് ഉണ്ട്. കേരള രാഷ്ട്രീയത്തിൽ നിന്ന് തരൂറിനെ അകറ്റി നിർത്തുന്ന പ്രവണതയാണ് കുറച്ചു കാലമായി കോൺഗ്രസ് നേതാക്കൾ കാണിക്കുന്നത്. തരൂറിനെ സ്ഥിരമായി തിരുവനന്തപുരം ലോക്സഭയിൽ മത്സരിപ്പിച്ച് ഡൽഹിയിലേക്ക് വിടും. കേരള രാഷ്ട്രീയത്തിലേക്ക് ഒരു സാധ്യതയും തരൂറിന് ഇല്ലാതിരിക്കാൻ രമേശ് ചെന്നിത്തലയും BD സതീശനും അടക്കമുള്ള നേതാക്കൾ ശ്രമിക്കുന്നു. ഇതാണ് തരൂറിനെ ഏറെ വേദനിപ്പിക്കുന്നത്. കുറച്ച് ദിവസം മുമ്പ് തരൂർ കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങളിലൊക്കെ സജീവമായിരുന്നു. എന്നാൽ കൊച്ചിയിൽ നടന്ന മഹാപഞ്ചായത്തിൽ എല്ലാം ഇട്ട് തുലച്ചു കളഞ്ഞു രാഹുൽ ഗാന്ധി. തരൂറിൻ്റെ വ്യക്തിത്വത്തെ മുറിവേൽപ്പിച്ചു രാഹുൽ ഗാന്ധി. തരൂറിന് ഒരു പ്രാധാന്യവും നൽകിയില്ല അദ്ദേഹം. ഇതിലൊക്കെ തരൂറിന് അമർഷമുണ്ട്. ആ അമർഷം തരൂറിനെ ഇടതുപക്ഷത്തേക്ക് എത്തിക്കുമോ എന്നാണ് കണ്ടറിയേണ്ടത്. നാളെ നടക്കുന്ന, അതായത് ഒക്ടോബർ 27 നടക്കുന്ന UDFിൻ്റെ യോഗത്തിൽ, കോൺഗ്രസിൻ്റെ യോഗത്തിൽ തരൂർ വന്നില്ല എങ്കിൽ, കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ തരൂർ എത്തിയില്ല എങ്കിൽ തരൂർ നേരെ പോകുന്നത് AKG സെന്ററിൽ ആയിരിക്കും.